പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ വലത്തും ഇടത്തും ഇന്നത്തെ ജീവിത വഴികളിലെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലെ ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണം ഉണ്ടാവട്ടെ. നീ എന്തിനു വേണ്ടിയൊന്നും ഉത്കണ്ഠപ്പെട്ടിരിക്കുന്നത്, ഏത് വിഷയത്തിന് വേണ്ടി സംഘടപ്പെട്ടിരിക്കുന്നത്, ആ മേഖലയിൽ കർത്താവിന് ഇടപെടുകയും നീ എവിടെ പോലും നിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കുന്നത് അളിച്ചത് കർത്താവിൻ്റെ സാന്നിധ്യം, സതതമായ സാന്നിധ്യം നിൻ്റെ കൂടെ ഉണ്ടാകുകയും നിനക്കൊരാൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ആരെയും കൊണ്ടുപോകാനും പറ്റത്തില്ല. പറഞ്ഞ രഹസ്യങ്ങൾ അവരറിയുകയും ചെയ്യും. നാട്ടിൽ പാട്ടാക്കും, വീട്ടിൽ പാട്ടാക്കും, തറവാട്ടിൽ പറഞ്ഞ് കൊട്ടി കെട്ടിയെഴുന്നള്ളിക്കും. അതുകൊണ്ട് ആരെയും കൊണ്ടുപോകാനും പറ്റത്തില്ല, കൊണ്ടുപോകാതിരിക്കാൻ പറ്റത്തില്ല. ദുസ്സംഗൂരി നിൽക്കണ മക്കൾക്ക് കർത്താവ് തന്നെ കൂടെ വരാനും നീ ഒറ്റയ്ക്ക് പോയാനും കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ ചൈതന്യത്തിൽ നീ ആ വിഷയം കൈകാര്യം ചെയ്യാനുള്ള ആത്മഹത്യ നിനക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ടു പോയ രേഖകൾ, നഷ്ടപ്പെട്ടു പണങ്ങൾ, നഷ്ടപ്പെട്ട പൊന്നുകൾ, അന്യാധീനപ്പെട്ടു പോയ വസ്തുക്കൾ, മറ്റുള്ളവർക്ക് ചതിക്കപ്പെട്ടതിൻ്റെ പേരിൽ ജോലി തരാമെന്ന് പറഞ്ഞ് ചതിക്കപ്പെട്ടതിൻ്റെ പേരിൽ വായ്പ വാങ്ങിച്ച് തരാത്തതിൻ്റെ പേരിൽ ഒരു പണി നടക്കാതെ അതിൻ്റെ പേരിൽ വീട്ടിൽ എപ്പോഴും കലഹം ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് നീ രക്ഷപ്പെട്ടു വരുവാനും നിൻ്റെ അധ്വാന ശേഷി സത്യസന്ധമായ പണം നിനക്ക് തിരികെ ലഭിക്കുന്നതിന് വേണ്ടി ഈശ്വരനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ദൈവശക്തിയാൽ നീ ഇന്നത്തെ ദിവസം മുഴുവൻ അനുഗ്രഹിക്കപ്പെടട്ടെ.
നമുക്ക് ആധ്യാത്മിക ജീവിതത്തിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വലിയൊരു കാര്യമുണ്ട്. കാര്യം ഈ കല്യാണം ഒക്കെ ചെറുക്കൻ കാണാൻ വന്ന് നിനക്ക് ഇഷ്ടപ്പെട്ടാന്ന് ചോദിക്കുമ്പോൾ പെണ്ണ് ചാടിക്കയറി, ചില പെൺപിള്ളേർ ചാടിക്കയറി പറയും എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയും. ചില ആൾക്കാർ മൗനം പാലിക്കും. അതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാനൊന്നും പറയണില്ല, മാതാക്കന്മാരുടെ തലയിൽ വെച്ച് കൊടുക്കണത്. അവർ നടത്തട്ടെ. കാര്യം അവിടെ നടത്തി ഇവിടെ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നടത്തി ഇപ്പോൾ എന്തെങ്കിലും ചെറിയ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇവർക്ക് നാളെ പെട്ടിയെടുത്ത് വരാമില്ല. നിങ്ങളല്ലേ പറഞ്ഞിട്ടല്ലേ ഞാൻ കെട്ടിയതെന്ന് പറഞ്ഞിട്ട് വരാം. അപ്പോൾ അത് പാവപ്പെട്ട മാതാപിതാക്കൾ ഇവരുടെ സൂത്രം അറിയത്തില്ലല്ലോ. അതായത് ഈ മൗനത്തെക്കുറിച്ചാണ് നമ്മൾ പറയണത്. മൗനം നമുക്ക് പണ്ടത്തെ മൗനത്തിൻ്റെ അർത്ഥം മൗന സമ്മതം എന്നാണ്. ഇന്നത്തെ മൗനത്തിൻ്റെ അർത്ഥം പണി വരണ്ടെന്ന് തന്നെയാണ്. എന്നുവെച്ചാൽ ആ സാധനം നമ്മളെ കൊണ്ട് എടുപ്പിച്ചിട്ട് അവരുടെ ഗുണഭോക്താക്കളായി മാറും. നമ്മളതിൻ്റെ ഇരകളായി മാറും, അവർ വേട്ടക്കാരായി മാറും. എനിവേ എല്ലാം അങ്ങനെയാണെന്ന് ഞാൻ പറയണില്ല. എങ്കിലും മൗനം ഒരു വല്ലാത്ത ഒരു സംഭവമാണ്. പക്ഷേ എന്താ വിഷയം എന്ന് വെച്ചാൽ ഈ മൗനത്തിന് വേറൊരു ഗുണമുണ്ട്. ദൈവത്തിനടുത്ത് ഈ അഭ്യാസം നടക്കത്തില്ല. മനുഷ്യന്മാരെയാണ് ഈ മൗനം കൊണ്ട് വേറിട്ടണത്. ദൈവത്തിൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ റെക്കോർഡഡാണ്. മൗനം പറഞ്ഞാൽ റെക്കോർഡഡാണ്. അത് ചില മൗനം പോസിറ്റീവായിട്ട് റെക്കോർഡ് ചെയ്യാനുള്ള പോസിറ്റീവായിട്ട് റെക്കോർഡ് ചെയ്യും. ചില മൗനം നെഗറ്റീവായിട്ട് സൈലൻസ് ആക്ഷനെയാണ് ഈ മൗനം എന്ന് പറയുന്നത്. ഞാൻ ഉണ്ടാക്കിയൊന്നുമല്ല, ബൈബിളിൽ ഇങ്ങനെ വ്യാഖ്യാന പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല. പക്ഷേ ഞാൻ പറയുന്ന കാര്യം സൈലൻസ് ആക്ഷനാണ്, നിശബ്ദ പ്രവർത്തനങ്ങൾ. ഇപ്പോൾ രക്തസ്രാവ രോഗി അവളെങ്ങനെ സുഖപ്പെട്ട എങ്ങനെ? അവൻ്റെ വസ്ത്രത്തിലെങ്കിലും ഒന്ന് സ്പർശിക്കാൻ ഇടയാൽ താൻ സുഖപ്പെടുമെന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചു. അപ്പം മൗനപ്രവർത്തനമാണത്. ഒന്നും പറയണമെന്നില്ല, ശബ്ദമൊന്നുമില്ല അവിടെ. മർക്കോസ് 5:28. അവന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കും എന്ന് അവൾ വിചാരിച്ചു. വാക്കിൻ്റെ കസർത്തൊന്നും വേണ്ട. വിചാരം വന്നാൽ അത് പോസിറ്റീവായിട്ട് റെക്കോർഡ് ചെയ്യും. അല്ലാതെ അത് സ്വരത്തിൽ പറഞ്ഞില്ലല്ലോ, അവൻ്റെ ശബ്ദം കേട്ടില്ലല്ലോ, ഒന്നും വേണ്ട. നമ്മൾ വെറുതെ നിന്നാൽ മതി. നെഗറ്റീവാണ് വിചാരിക്കണമെങ്കിൽ അത് റെക്കോർഡായി പോകും. നമ്മൾ 2:7 എടുത്ത് മർക്കോസ് തന്നെ. എന്തുകൊണ്ടാണ് ഇവൻ ഇപ്രകാരം സംസാരിക്കുന്നത്? ഇവൻ ഈശ്വരനെ കുറിച്ച് പറയണതാണ്, നീവന്മാർ പറയണതാണ്. ഇവൻ ഇപ്രകാരം സംസാരിക്കുന്നത്, ഇവൻ ദൈവദൂഷണം പറയുന്നു. ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപം ക്ഷമിക്കാൻ സാധിക്കുക? അടുത്ത വചനം വായിച്ചേ. അവർ ഇപ്രകാരം വിചാരിക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു. അവർ ഇപ്രകാരം വിചാരിക്കുന്നു എന്ന് മനസ്സിലാക്കിയെന്ന്. അപ്പം അവർ യേശുവിനെതിരെയാണ് അവർ മനസ്സിൽ വിചാരിച്ചത്. പക്ഷേ യേശു അത് റെക്കോർഡ് ചെയ്ത്. മനസ്സിലായില്ല? ദൈവത്തിന് എതിരെ നീ വിചാരിച്ചാലും സംഭവം റെക്കോർഡായി പോകും, പറഞ്ഞ പോലെയാവും. ഇവിടെ ഈ മൗനം കൊണ്ടൊരു പണി നടക്കത്തില്ല. നിൻ്റെ മനസ്സിലിരിപ്പ് എല്ലാം കർത്താവിൻ്റെ ദിവസം. അതാണ് ഈശോ പറഞ്ഞത്, മനുഷ്യരിൽ ഉള്ളത് എന്താണെന്ന് അറിയാമായിരുന്നത്. യോഹന്നാൻ 2:24-25. യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല, കാരണം അവൻ അവരെ എല്ലാം അറിഞ്ഞിരുന്നു. എല്ലാവരെയും ഉള്ളിരിപ്പ് അറിയാവുന്ന മനുഷ്യനെ പറ്റി ആരുടെയും സാക്ഷ്യം അവൻ ആവശ്യമായിരുന്നില്ല. മനുഷ്യനിൽ ഉള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. ക്രിസ്റ്റൽ ക്ലിയർ. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് ദൈവത്തിനെ കുറിച്ച് എതിരെ ഒന്നും ചിന്തിക്കരുത് കേട്ടോ. നിങ്ങൾ ഒരു പ്രാർത്ഥന കേട്ടില്ലെങ്കിൽ പറയും, എൻ്റെ കൂട്ടുകാരത്തി അവൾ പള്ളിയിലെ വട്ടക്കാരുമില്ല, അവൾ കാനഡയിൽ പോയി അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ പോയി, ഞാൻ പള്ളിയിൽ നിന്ന് മാറാൻ നടക്കണം, എൻ്റെ വിസ എടുത്തില്ല. അല്ല, അപ്പോൾ നിങ്ങൾ ഉള്ളിൽ വിചാരിച്ചില്ലേ എന്ന് വെച്ചാൽ ദൈവം അത് നെഗറ്റീവ് പറഞ്ഞാൽ അത് വിചാരിച്ചാൽ മതി, റെക്കോർഡായി പോകും. അപ്പോൾ എൻ്റെ മക്കളെ വിചാരിക്കാതിരിക്കുക, ദൈവത്തിനെതിരെ ഒരു അക്ഷരം മിണ്ടരുത്. ചില കാര്യം കർത്താവ് ഇഷ്ടമുള്ളവർ ചെയ്യട്ടെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദൈവമാണ് നിൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനമെന്ന് ദൈവത്തിന് തോന്നിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. എൻ്റെ പേര് ടിൻറ്റു സന്തോഷ്. ഞാൻ കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി അതിരൂപതയിൽ പൊട്ടൻപളാവ് എന്ന സ്ഥലത്തു നിന്നും വരുന്നു. 2022 ഡിസംബർ 6-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. എനിക്ക് 6 വർഷമായിട്ട് ഭയങ്കര അലർജി ആയിരുന്നു. എൻ്റെ മേലെല്ലാം പുഴു തൊട്ടതുപോലെ തടിച്ചു വീർക്കും, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഞാൻ ഉടമ്പടി എടുക്കാൻ ഇവിടെ വരുമ്പോൾ തന്നെ എൻ്റെ അവസ്ഥ ഭയങ്കര ദയനീയമായിരുന്നു. കുറേ ഡോക്ടേഴ്സിനെ കാണിച്ചു, ഒരുപാട് ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ ഓടി നടന്നു, പക്ഷേ എനിക്ക് കുറഞ്ഞില്ല.
ഞാൻ നേഴ്സായിരുന്നു. അവസാനം ഞാൻ മരുന്ന് മേടിക്കെല്ലാം നിർത്തി അവസാനം സ്വയം ചികിത്സ തുടങ്ങി. സ്റ്റീറോയിഡ് കഴിച്ച് ഞാൻ ഒരു പരുവത്തിലായി. അവസാനം അങ്ങനെയാണ് ഞാൻ എൻ്റെ അനിയത്തി പറഞ്ഞ് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ തിരിച്ചു പോകുമ്പം ഭയങ്കര സമാധാനത്തിലാണ് ഞാൻ തിരിച്ചു പോയത്. വീട്ടിൽ ചെന്ന് ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉപ്പും തേനും തൈലവും ഞാൻ നിരന്തരം വിശ്വാസപ്രമാണം ചൊല്ലി ഉപയോഗിക്കുമായിരുന്നു. ഇപ്പം 6 മാസമായിട്ട് ഞാൻ മെഡിസിനൊന്നും എടുക്കുന്നില്ല, ഒരു കുഴപ്പമില്ല. ഡോക്ടർ എന്നോട് പറഞ്ഞായിരുന്നു, നീ എനിക്ക് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റിയല്ല, പുറത്തിറങ്ങിയ നിൻ്റെ കാര്യം പോക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു. ഇപ്പം എനിക്കൊരു കുഴപ്പമില്ല, മേലെല്ലാം നല്ല ആരോഗ്യവതിയായിട്ട് ഞാനിരിക്കുന്നു. അതുപോലെ ഞങ്ങൾ താമസിക്കുന്നത് കേരള കർണാടക ഫോറസ്റ്റിൻ്റെ അടുത്തായിട്ടാണ്. ഭയങ്കര ആനശല്യമൊക്കെയുള്ള സ്ഥലമായിരുന്നു. കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ടൗണിലേക്ക് ഒരു 10 സെൻറ്റ് സ്ഥലം ഞങ്ങൾ മേടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ വീട് പണിയാനുള്ള സാമ്പത്തികം ഞങ്ങൾക്കില്ലായിരുന്നു. എല്ലാവരും അവിടെ നിന്ന് താഴെ സൗകര്യം നോക്കി ഇറങ്ങി പോകുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, സാമ്പത്തികമില്ല. ഇവിടെ വന്നപ്പം ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു വീട് വേണം, പക്ഷേ ഞങ്ങളുടെ കയ്യിൽ പൈസയൊന്നുമില്ല, ആകെ 500 രൂപ അക്കൗണ്ടിൽ ഉള്ളത്. അപ്പം അമ്മ ഒരു വീട് തരണം, അമ്മ എടുത്തോ വീട്, ഞങ്ങൾ വാടകയ്ക്ക് അവിടെ താമസിച്ചോളാം എന്ന് പറഞ്ഞ് ഇവിടുന്ന് ഞാൻ പോയി. അവിടെ ചെന്ന് ഒരാഴ്ച ആയപ്പോഴത്തേക്കും വീട് പണിക്കുള്ള കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങാൻ തുടങ്ങി. ഇപ്പോൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസം ഞാൻ സാക്ഷ്യം പറയാനായിട്ട് വന്നായിരുന്നു, പക്ഷെ എനിക്ക് പറയാൻ പറ്റിയില്ല, തിരിച്ചു പോയി. അതിനിടയ്ക്ക് ഒരു ദിവസം ഞങ്ങൾ ബൈക്കിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പം നല്ല ഇറക്കമായിരുന്നു. എൻ്റെ ചെറിയ കുട്ടി ഉണ്ടായിരുന്നു, ഹസ്ബൻഡും ഉണ്ടായിരുന്നു കൂടെ. വണ്ടിയുടെ ബ്രേക്ക് പെട്ടെന്ന് പോയി. ഹസ്ബൻഡ് പറഞ്ഞു, വണ്ടിയുടെ ബ്രേക്ക് പോയി, എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് എന്നാൽ എൻ്റെ കയ്യിൽ എപ്പോഴും ഉടമ്പടി കാശ് രൂപ എപ്പോഴും കയ്യിലുണ്ട്. അമ്മയോട് പറഞ്ഞു, അമ്മേ വണ്ടിയുടെ ബ്രേക്ക് പോയല്ലോ, എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് തീർന്നതും എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. പെട്ടെന്ന് വണ്ടി ഇതായി, നല്ല എൻജിൻ പണി എടുത്ത് വണ്ടി എങ്ങനെ പോകുന്നു അതേ അവസ്ഥയിൽ ഞങ്ങൾ സുരക്ഷിതരായിട്ട് ഞങ്ങൾ വീട്ടിലെത്തിച്ചു. ഇപ്പം ശരിക്കും അമ്മ മാതാവിൻ്റെ ആ ഒരു അനുഗ്രഹവും സാമീപ്യവും ശരിക്കും ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ എൻ്റെ ഹസ്ബൻഡിന് 2 വർഷത്തോളമായിട്ട് വയറിൻ്റെ ഒരു സൈഡിൽ വേദനയും പ്രൈവറ്റ് പാർട്ടിൽ ചെറിയൊരു തടിപ്പും വേദനയും ഉണ്ടായിരുന്നു. ഒത്തിരി ഡോക്ടേഴ്സിനെ കാണിച്ചു, കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞെങ്കിലും പൂർണ്ണമായിട്ട് മാറുന്നില്ലായിരുന്നു. അവസാനം ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉപ്പും തേനും തൈലവും വിശ്വാസപ്രമാണം ചൊല്ലി ഉപയോഗിച്ചതിന് ശേഷം ഇപ്പോൾ പൂർണ്ണമായിട്ട് മാറി. ഞങ്ങൾക്ക് നിരവധിയായ അനുഗ്രഹങ്ങൾ ഇനി അമ്മ മാതാവ് തന്നിട്ടുണ്ട്. അനുഗ്രഹങ്ങൾ ഇത്രയും തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ദൈവമഹത്വത്തിന് നന്ദി. ഞാൻ കലൂർ എറണാകുളത്ത് നിന്ന് വരുന്നു. എൻ്റെ മകന് 28 വയസ്സ് മുതൽ കല്യാണം ആലോചിച്ച് തുടങ്ങിയതാണ്. 5 വർഷത്തോളം ഞങ്ങൾ പല M4, ചാവറ, ബത്ലഹേം തുടങ്ങിയതിൽ മാറി മാറി കൊടുത്തു. എന്താണെന്ന് അറിയില്ല, കല്യാണക്കാർ വരും പോവും, എന്ത് തടസ്സമാണെന്ന് അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ കൃപാസന മാതാവിനെ കുറിച്ച് അറിഞ്ഞതും ഉടമ്പടി എടുത്തതും. അതിനുശേഷം ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, കാനായിലെ കല്യാണം നടത്തിയ മാതാവേ, അങ്ങയുടെ തിരുക്കുമാരനെ ഞങ്ങളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടണമേ, പരിശുദ്ധാത്മാവിൻ്റെ രൂപത്തിൽ വന്ന് ഞങ്ങളുടെ തടസ്സങ്ങളൊക്കെ മാറ്റി കല്യാണം നടത്തി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. മാതാവിൻ്റെ സന്നിധിയിൽ നിന്ന് കൊണ്ടുപോയ ഓയിലും ഉപ്പും എല്ലാം ഞങ്ങൾ എന്നും പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങളെല്ലാവരുടെ നെറ്റിയിലും അഭിഷേകം ചെയ്യുമായിരുന്നു. എന്തിനു പറയണു, ഉടമ്പടി എടുത്ത് 1 മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് അതുവരെ പരിചയമില്ലാത്ത ഒരു ബ്രോക്കർ എവിടെന്നോ വിളിച്ചു, നിങ്ങളുടെ മകനെ ഒരു കല്യാണത്തിനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. 5 കൊല്ലത്തോളമായിട്ട് 5ഉം 6ഉം 7ഉം ബ്രോക്കർമാർ എന്നും വന്നു പോയിരുന്നതായിരുന്നു. പക്ഷേ ഈ ബ്രോക്കറെ ഞങ്ങൾ കണ്ടിട്ട് പോലുമില്ല. ഞങ്ങളെ വിളിച്ചു, ഒരു പെൺകുട്ടിയുടെ പടം അയച്ചു തന്നു. അവർ ചെറുക്കൻ്റെ വീട്ടിൽ, പെണ്ണിൻ്റെ വീട്ടിൽ പോയി. അവർക്ക് പോലും ഈ ബ്രോക്കറെ അറിയില്ല, ഞങ്ങളുടെ വീടും കാണിച്ചു കൊടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. എങ്കിലും ഈ ഗൂഗിൾ മാപ്പ് നോക്കി ഞങ്ങൾ വന്ന് കണ്ടു, ഞങ്ങൾക്കും തൃപ്തിയായി, അവർക്കും തൃപ്തിയായി. 1 മാസം ഉടമ്പടി എടുത്ത് 1 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ കല്യാണവും നടന്നു. അങ്ങനെ വളരെ സന്തോഷമായിട്ട് ഇപ്പോൾ ഇരിക്കുന്നു. ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് കല്യാണം നടന്നത്. 1 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഉറപ്പിക്കലും എൻഗേജ്മെൻറ്റും എല്ലാം കഴിഞ്ഞു. സന്തോഷമായിട്ടിരിക്കുന്നു. ഞങ്ങൾ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാറുണ്ട്. ഒരു ക്യാൻസർ രോഗിക്ക്, വളരെ സങ്കടകരമായൊരു ക്യാൻസർ രോഗിക്ക് വേണ്ട ധനസഹായം ഞങ്ങൾ ചെയ്യും. ഇവിടുന്ന് വിടുന്ന ദിനപത്രം, അമ്മയുടെ ദിനപത്രം കൊണ്ട് ഞങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നും കുർബാനയ്ക്ക് പോവായിരുന്നു. പിന്നെ പ്രാർത്ഥിക്കും. അമ്മ മാതാവിനോട് പ്രത്യേകം, കാനായിലെ കല്യാണം നടത്തിയ അമ്മ മാതാവെ ഞങ്ങളെ സഹായിക്കണേ എന്ന് എന്നും പ്രാർത്ഥിക്കാറുണ്ട്. അതുവരെയുള്ള എല്ലാ തടസ്സങ്ങളും മാറി ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു. ഇത് അമ്മ മാതാവിൻ്റെ, കൃപാസന മാതാവിൻ്റെ ഒരൊറ്റ അനുഗ്രഹം കൊണ്ട് തന്നെയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.
എൻ്റെ പേര് എൽസി തോമസ്. ഞാൻ കണ്ണൂർ ജില്ലയിൽ കരുവഞ്ചാലിയിൽ നിന്ന് വരുന്നു. ഇനി എൻ്റെ മകന് വേണ്ടി ഒരു സാക്ഷ്യം കിട്ടിയ ഒരു അനുഗ്രഹത്തിന് സാക്ഷ്യം പറയാനായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ മകന് ഗൾഫിൽ ഒരു കമ്പനിയിൽ ജോലിയായിരുന്നു. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവന് US പോകാനുള്ള ഒരു അവസരം വന്നു. ഈ അവസരം വന്നപ്പോൾ അവനാകെ മൊത്തത്തിൽ പേടിയായിപ്പോയി. കാരണം അങ്ങോട്ടേക്കുള്ള ഇൻ്റർവ്യൂ ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളതായെന്ന് അറിയാവുന്നത് കൊണ്ട്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവൻ ഡാഡിയോട് പറഞ്ഞു, എനിക്ക് വേണ്ടി ഒരു ഉടമ്പടി എടുക്കണം ഡാഡി, എനിക്ക് ഇച്ചിരി പേടിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവൻ്റെ ഡാഡി വന്ന് ഉടമ്പടി എടുക്കുമായിരുന്നു. ഉടമ്പടി എടുത്തതിലെ നിയോഗം ഈ മോന് വേണ്ടിയായിരുന്നു ഒന്നാമതായിട്ട് വെച്ചിരുന്നത്. അപ്പോൾ ആ ഉടമ്പടി എടുത്ത് പോയി അവൻ കിട്ടിയ മാതാവിൻ്റെ രൂപവും വിശുദ്ധ തൈലവും ഒക്കെ ഉപയോഗിച്ച് അവൻ ഉടമ്പടിയിൽ വിശ്വസിച്ച് വിശ്വാസപ്രമാണമൊക്കെ ചൊല്ലി ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് ഞങ്ങൾ കൊടുത്തു വിട്ടു. അങ്ങനെയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് മാതാവിനോട് ചേർന്ന് നിൽക്കുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ ഇൻ്റർവ്യൂ അവൻ പാസ്സാവുകയും അവന് US പോകാനുള്ള അവസരം കിട്ടുകയും ചെയ്തു. പക്ഷേ ഈ കിട്ടിയ സാക്ഷ്യം ഇവിടെ വന്ന് പറയാൻ പറ്റിയില്ല. ആ സമയമായപ്പോഴേക്കും കൊറോണയൊക്കെ പിടിച്ചു. ഞങ്ങൾ അവിടെ നിന്നൊക്കെ ദൂരെ വരാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം അങ്ങനെ പറയാൻ പറ്റാഞ്ഞതുകൊണ്ട് തിരുക്കുമാരനും അമ്മയോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഒപ്പം കിട്ടിയ അനുഗ്രഹത്തിന് നന്ദിയും. പിന്നെ അതിൻ്റെ തുടർച്ചയായി അവിടെ 2 വർഷം കഴിഞ്ഞപ്പോൾ അവന് ഗ്രീൻ കാർഡ് വേണ്ടി വന്നു. അതിൻ്റെ ഒരു പ്രോസസ്സിംഗ് ഒക്കെ വേണ്ടി വന്നു. ആ ഗ്രീൻ കാർഡിൻ്റെ വർക്കുകൾ നടക്കുമ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റും സ്കൂൾ സർട്ടിഫിക്കറ്റും തമ്മിൽ ഡേറ്റിൽ വ്യത്യാസം വന്നു. ഈ വ്യത്യാസം വന്നപ്പോൾ അതതിൻ്റെ പ്രോസസ്സിങ് അവിടെ നിൽക്കുകയും ഇവന് മൊത്തത്തിൽ വിഷമമാവുകയും ഈ 23 വരെയുള്ളൂ അതിൻ്റെ കാലാവധി. അതിനു മുമ്പ് അത് കിട്ടിയില്ലെങ്കിൽ അവന് അവിടെയുള്ള അവന് തുടർന്ന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഒരു വിഷമം അവന് കയറി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ 1 വർഷം മുഴുവൻ ഈ ഓഫീസുകൾ കയറി നടന്ന് ഈ ഡേറ്റുകളൊക്കെ തിരുത്താനും പേപ്പർ വർക്കുകൾ മുന്നോട്ട് പോകുന്നതിനും വേണ്ടി നടന്നെങ്കിലും ഒന്നും നടന്നില്ല. അവസാനം ഞാൻ കഴിഞ്ഞ 2023 ജനുവരി 17 ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. ഈ ഉടമ്പടി പ്രകാരം ഞാൻ ഉടമ്പടിയിലെ നിബന്ധനകളെല്ലാം അതുപോലെ പാലിച്ചുകൊണ്ട് പത്രങ്ങൾ കൂടുതലും മേടിച്ച് വിതരണം ചെയ്തും, അത് ചുമ്മാതെയൊന്നുമല്ല, ഞാൻ ഓരോ കെട്ട് പേപ്പറും വിശ്വാസ പ്രമാണം സ്വന്തമായിട്ട് എഴുതി പിൻ ചെയ്തും 6 നിയോഗങ്ങൾക്ക് 6 വചനങ്ങൾ എഴുതി പിൻ ചെയ്തും അതുപോലെ തന്നെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എഴുതി പിൻ ചെയ്തും അങ്ങനെ 180ഓളം പത്രം ഞാൻ ഓരോ വീടും കയറി ഇറങ്ങി ഞാൻ കൊടുത്തു. അങ്ങനെ കൊടുത്തതും പിന്നെ ഞാൻ ആഴ്ചയിൽ 2 ദിവസം ഉപവസിക്കുകയും എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും അങ്ങനെ പ്രത്യേക ഈ കാര്യം സാധിക്കണം അതിൻ്റെ ഒരു വിഷമം കൊണ്ട് തീക്ഷ്ണമായി മാതാവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങൾ കുടുംബത്തിലെല്ലാവരും ഒരുപോലെ പ്രാർത്ഥനയിലായിരുന്നു. അതിൻ്റെ വെളിച്ചത്തിൽ ചെറിയ അനക്കങ്ങളൊക്കെ വെച്ച് തുടങ്ങി അവൻ്റെ പേപ്പർ വർക്കിൽ. എങ്കിലും 90 ദിവസം ആയപ്പോഴേക്കും ഒന്നും കിട്ടിയില്ല കയ്യിൽ. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഈ 90 ദിവസം കഴിയുമ്പോൾ എനിക്ക് പുതുക്കണം, എനിക്ക് നാണക്കേടാ, ഞാൻ നിൻ്റെ അടുത്ത് എത്ര കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചത്, അപ്പോൾ എനിക്ക് എൻ്റെ മകൻ്റെ ഈ കാര്യം എനിക്ക് സാധിച്ച് കിട്ടി, എനിക്ക് അവിടെ പോയി പുതുക്കാനൊരു അവസരം തരണേ അമ്മേ മാതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. മൊത്തം 100 ദിവസം കറക്റ്റായപ്പോൾ എനിക്ക് ഈ പേപ്പർ ബർത്ത് സർട്ടിഫിക്കറ്റ് ക്ലിയറാക്കി എഴുതി കൈ കിട്ടി. ആ ഈ വലിയ അനുഗ്രഹം തന്ന മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ ഇടുക്കി ജില്ലയിൽ തൊടുപുഴ താലൂക്കിൽ നിന്നാണ് വരുന്നത്. എനിക്ക് എൻ്റെ പേര് TP ചാക്കോ. എൻ്റെ മോളാണ് എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തത്. എൻ്റെ മോക്കടെ പേര് മീനു. ഞാൻ 2023 ജനുവരി ആദ്യം ശ്വാസകോശ സംബന്ധമായ അസുഖം മൂലം ആശുപത്രിയിലായിരുന്നു. അതിൽ ഒരാഴ്ചയോളം തന്നെ ICUവിൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ബാക്കി ദിവസങ്ങളിൽ റൂമിലൊക്കെ ആയിട്ട് അങ്ങനെ 1 മാസം ആശുപത്രി തന്നെയായിരുന്നു. ശ്വാസകോശത്തിൽ ചെറിയ മുഴകളുണ്ടായിട്ട് അത് പൊട്ടുകയും അത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ട്യൂബ് ഇടുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പം ഈ ശ്വാസകോശത്തിലെ വിള്ളലുകൾ മാറുന്നതിന് വേണ്ടിയിട്ട് അമൃത ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു. എന്നാൽ അമൃത ഹോസ്പിറ്റലിൽ പോയി ഒരാഴ്ച അവിടുത്തെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവിടുത്തെ ചെക്കപ്പുകളെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ ഹോളുകളെല്ലാം ഓട്ടോമാറ്റിക്കലി അടഞ്ഞു വന്നതായിട്ട് പറഞ്ഞു. അതുകൊണ്ട് ഒരു ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ എനിക്ക് പോരാൻ സാധിച്ചു. അതിന് ദേവമാതാവിന് പ്രത്യേകമായിട്ട് നന്ദി പറയും. എൻ്റെ പേര് ഗ്രേസി KA. ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു.
ഞാൻ 2018 ഉടമ്പടി എടുത്ത്. അന്ന് കുറേ ദിവസം വന്നു, മാസങ്ങൾ വന്നായിരുന്നു. അപ്പോൾ എനിക്ക് ഉടമ്പടി പുതുക്കാൻ സാധിച്ചില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ 2019 ആയപ്പോഴത്തേക്കും എൻ്റെ മകന് ഒരസുഖം വന്നു. പനിയായിരുന്നു. ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായിട്ട് 2 ആഴ്ച കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ അവന് പെട്ടെന്ന് ഒരു ദിവസം വൈകുന്നേരം ആയപ്പോഴത്തേന് പെട്ടെന്ന് എനിക്ക് ശ്വാസം മുട്ടുന്നതെന്ന് പറഞ്ഞു. ശ്വാസം മുട്ടുന്നപ്പോഴത്തേക്കും ഞങ്ങൾ പെട്ടെന്ന് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി. അവിടെ അവർ അഡ്മിറ്റ് ആക്കാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും എനിക്കൊരു പേടി തോന്നി. ഞാൻ പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ തന്നെ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു. രാത്രി ആയിരുന്നു. ഞാനും എൻ്റെ ഭർത്താവും ഉള്ളൂ. മോൻ വാർഡിലാണ്. ഞാൻ ഒറ്റയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങി. എൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ലായിരുന്നു. ഞാൻ പെട്ടെന്ന് എൻ്റെ ATM കാർഡും എടുത്തുകൊണ്ട് പെട്ടെന്ന് ATM കൗണ്ടറിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ആരുമില്ല എന്നെ ഒന്ന് സഹായിക്കാൻ. ഒരു സെക്യൂരിറ്റി ചേട്ടൻ പെട്ടെന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ATM പൈസ എടുക്കണം, എനിക്ക് ഇന്ന പോലെയാണ്, കൊച്ചിന് ICD ഇടുമെന്ന് പറയും, ട്യൂബ് ഇടുവാണ്, അപ്പോൾ ശ്വാസകോശത്തിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണ്, ട്യൂബ് ഇടുവാണ്. ഡോക്ടേഴ്സ് അന്നേരം പറയുന്നത് സീരിയസ് ആണ് എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഭർത്താവിനോടും മകനോടും ആരോടും പറഞ്ഞില്ല. പിന്നെ ഞാൻ പെട്ടെന്ന് അവരോട് പോയി പൈസ എടുത്തുകൊണ്ട് വന്നു പെട്ടെന്ന് ട്യൂബൊക്കെ വാങ്ങിച്ച് കൊടുത്തു. അങ്ങനെ ട്യൂബ് ഇട്ട് കഴിഞ്ഞ് ഞങ്ങളൊരു 6 മാസത്തോളം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായിരുന്നു. അങ്ങനെ അഡ്മിറ്റായി കഴിഞ്ഞപ്പം എനിക്ക് പലപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ട്. ചില ദിവസം 100 രൂപയൊക്കെ കാണുള്ളൂ. അപ്പം ഞാൻ മാതാവിനോട് പറയും, മാതാവേ എനിക്കിന്ന് 100 രൂപയുള്ളൂ. ഞാൻ അവന് രാവിലെ കാപ്പി വേണം, പിന്നെ അവന് മരുന്ന് വാങ്ങിക്കണം, ഞാൻ എന്ത് ചെയ്യും? അപ്പോഴത്തേക്കും അന്ന് തന്നെ രാത്രിയിൽ എന്നെ ഒരു സഹോദരി എന്നെ വിളിക്കുകയാണ്. ആ സഹോദരിയും കുടുംബവും പെട്ടെന്ന് എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇടും. അങ്ങനെ എനിക്ക് ഈ 6 മാസക്കാലവും എങ്ങനെ മാതാവിനെ സഹായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവരിലൂടെ എനിക്ക് അങ്ങനെ ഒരു സഹായം കിട്ടി. അങ്ങനെ ഞങ്ങൾ 6 മാസം കഴിഞ്ഞു. അങ്ങനെ ഇടയ്ക്ക് ഒരു മാസം പെട്ടെന്ന് ഇവന് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കാർഡിയാക് ന്യൂറോ തൊറാസിക് സർജറി എന്നാണ് പറയുന്നത്. അവിടെ കാർഡിയോളജി കാണിച്ചു. അപ്പോഴത്തേക്കും അഡ്മിറ്റാക്കി കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് പൈസയൊന്നുമില്ല, അതുകൊണ്ട് ഈ മാസം ഇവൻ്റെ സർജറി ഒന്ന് മാറ്റി വെക്കണമെന്ന്. അപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു, ഒരു 15 ദിവസമായപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ വീട്ടിൽ പൊക്കോ, ഇപ്പം സർജറി നമുക്ക് ചെയ്യണ്ട, 2022 മാർച്ചിൽ നമുക്ക് സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ 2022 മാർച്ച് 18-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയിട്ട് ഞാനിവിടെ ഓഫീസിൽ ചെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ഈ ബ്രദർ എന്നോട് പറഞ്ഞു ശ്വാസകോശ രോഗികളെ ഒന്നും അങ്ങനെ അച്ഛന് കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വന്നു ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, അമ്മേ അച്ഛൻ കൈവച്ചാൽ അത് അമ്മ കൈവെക്കുന്ന പോലെ എനിക്കെൻ്റെ കൊച്ചിന് CT സ്കാൻ എടുത്താലേ എനിക്ക് അവിടെ പോയി എനിക്ക് ഡോക്ടറെ കാണാൻ പറ്റുള്ളൂ, അതുകൊണ്ട് എനിക്ക് കാണണമെന്ന് പറഞ്ഞു. എനിക്കറിയത്തില്ല, പെട്ടെന്ന് ബ്രദർ അങ്ങ് മാറി വേറൊരു ബ്രദർ അവിടെ വന്നു ഓഫീസിൽ. ഞാൻ അവിടെ ചെന്ന് എൻ്റെ കാര്യം പറഞ്ഞു. എൻ്റെ പേപ്പറുകളൊക്കെ ഞാൻ കാണിച്ചു, സ്കാനിങ് പേപ്പറൊക്കെ കാണിച്ചു, മറ്റേ ചീട്ടൊക്കെ കാണിച്ച്, ഡിസ്ചാർജ് കാർഡൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു ഒരു ടോക്കൺ തരാമെന്ന് പറഞ്ഞു. 5ാമത്തെ ടോക്കൺ എനിക്ക് കിട്ടി. ഞാനെൻ്റെ മോനെയും കൊണ്ട് ഇവിടെ വന്നു. അച്ഛനോട് ഞാൻ ഒന്നും പറഞ്ഞില്ല. അച്ഛൻ അവിടെ പോയി ഈശോയുടെ പാദത്തിൽ അച്ഛൻ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ വന്ന് അവൻ്റെ ഷർട്ട് അച്ഛൻ മാത്രം, ജോസഫച്ചനാണ് അവൻ്റെ ഷർട്ട് അഴിച്ചത്. എന്നോട് പറഞ്ഞു വിശ്വാസപ്രമാണം ചൊല്ലിയാൽ മതി, അവിടെ നിന്ന് അമ്മ ചൊല്ലിക്കോളാൻ പറഞ്ഞു. ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി. അച്ഛൻ അവൻ്റെ ഷർട്ട് അഴിച്ചു. അവൻ്റെ ഇടതുഭാഗത്തായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത്. അച്ഛൻ അവിടെ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ പറഞ്ഞു നീ ധൈര്യമായിട്ട് പൊക്കോ, നീ ഇവിടെ വന്ന് നീ നിൻ്റെ അമ്മയും കൂടി സാക്ഷ്യം പറഞ്ഞേക്കണം. എന്നോടും പറഞ്ഞു സാക്ഷ്യം പറയാൻ ഇവിടെ വന്നേക്കണം, അത് മാത്രം മതിയെന്ന് പറഞ്ഞു. ഞങ്ങളതും കഴിഞ്ഞ് പിറ്റേ ദിവസം പോയി CT സ്കാൻ എടുത്തപ്പോൾ അന്ന് ഡോക്ടർ പറഞ്ഞത് ഇവൻ്റെ ശ്വാസകോശത്തിൻ്റെ ഒരു ഭാഗം മുഴുവൻ കറുത്തിരിക്കുക. അപ്പോൾ ഒരു സർജറി ചെയ്ത് കഴിഞ്ഞ് പിന്നെ 2ാമതൊരു സർജറിയും കൂടെ ചെയ്യണം. അപ്പോഴത്തേക്കും ശ്വാസകോശം ഒരു ഭാഗത്തെ മുഴുവൻ എടുത്തു കളയും. പിന്നെ എന്നാന്ന് ചോദിച്ചാൽ ഈ കൊച്ച് 27 വയസ്സുള്ള മകനാണ് എൻ്റേത്. ഒരു മകനേ എനിക്കുള്ളൂ, 2 പെൺകുട്ടികളും. അപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര വിഷമമായി. ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജിയിലെ മെയിൻ ഡോക്ടർ എന്ന് പറഞ്ഞ് ജയകുമാർ സാറിനെ കാണാൻ നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വാതിക്കൽ ഒത്തിരി ആൾക്കാരുടെ ഇടയ്ക്ക് നിൽക്കുമ്പം
ഡോക്ടർ ഇങ്ങ് വന്ന് ഞങ്ങളെ തന്നെ വിളിക്കുകയാണ്. ഞാൻ കണ്ടിട്ട് പോലും ഇല്ല ഡോക്ടറെ. എന്നിട്ട് ഞങ്ങളെ വന്ന് വിളിക്കുകയാണ്, നിങ്ങൾ എന്നെ കാണാൻ വന്ന് നിൽക്കുകയല്ലേ എന്ന് പറഞ്ഞ് വിളിച്ച് കൊണ്ടുപോയി. ഞങ്ങളോട് പറഞ്ഞു, നിവൻ എടാ നിനക്കിനി സർജറി ഒന്നും വേണ്ട, നീ അവിടെ പോയി ഒരു എക്സസൈസ് ചെയ്താൽ മതി. അവിടെ റൂമിൻ്റെ നമ്പരും പറഞ്ഞു അവിടെ പോയി നീ അവരോട് ചോദിച്ചിട്ട് അവർ കാണിച്ചു തരും, അത് നീ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ സർജറി ചെയ്തില്ല, സർജറി ചെയ്യേണ്ടി വന്നുമില്ല. പിന്നെ ജോളി കുര്യാക്കോസ്, ഞാൻ കോട്ടയം ജില്ലയിൽ പെരുവ കാരിക്കോട് എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. എന്നെ ഇവിടെ ഒരു സാക്ഷിയാക്കും മാറ്റുവാൻ ഇടയാക്കിയത് എൻ്റെ മോൾ ഇവിടെ ഇതിനു മുന്നും വന്ന് ഒരു ഇവിടെ ഉടമ്പടി എടുത്തിരുന്നു. അതിന് പ്രകാരം അവൾ ഒരു നിയോഗം എൻ്റെ മോൻ ജോലിക്ക് വേണ്ടി വെച്ചിരുന്നു. അതും പ്രകാരം അവന് ഹോട്ടൽ മാനേജ്മെൻറ്റ് മൂന്നാർ കാറ്ററിംഗ് കോളേജിൽ ഡിഗ്രി ഡിപ്ലോമ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായ ഒരു കുട്ടിയായിരുന്നു. അവൻ ഇവിടെ ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. നാട്ടിൽ ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. പുറത്തേക്ക് വിടാൻ ഇപ്പോഴത്തെ സാഹചര്യം 10-20 ലക്ഷം രൂപകളൊക്കെ മുടക്കാൻ ഞങ്ങൾക്ക് വേറൊരു ലോണും അതിൻ്റെ ജപ്തി കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അതും നടക്കാത്ത അവസ്ഥയിലായിരുന്നു. കുട്ടിയും ഞങ്ങളും ആകെ വിഷമത്തിലായിരുന്നു. 6 ലക്ഷം രൂപ മുടക്കി പഠിപ്പിച്ചതാണ്. അപ്പോൾ അവൾ ഇങ്ങനെ നിയോഗം വെച്ചതിൻ്റെ പരമായി ഞങ്ങളുടെ വീട്ടിലൊരു പാർട്ടിയുടെ പിരിവിന് വന്ന ഒരു ചേട്ടൻ ഈ കുട്ടിയുടെ കാര്യം ചോദിച്ചപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു, ഇവനിങ്ങനെ പഠിത്തമൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്, സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ഇവന് മറ്റൊന്നുമില്ലെങ്കിൽ തിരിയാൻ പറ്റുന്നില്ല എന്ന് പറയും. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, ഇവന് ഷിപ്പിലേക്കുള്ള ഒരു ജോലിയുടെ കാര്യം തിരക്കാൻ മേലായിരുന്നോ. അങ്ങനെ ഒരു കുട്ടിയുടെ പേര് ഞങ്ങളുടെ അടുത്തുള്ള ഒരു പള്ളിയുടെ ഇടവയിൽ വരുന്ന കുട്ടിയുടെ പേര് പറഞ്ഞ് ആ കുട്ടിയെ കണ്ടാൽ അവൻ പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ കുട്ടിയെ കണ്ടു. ആ കുട്ടി പറഞ്ഞ് എറണാകുളത്ത് ഒരു കോഴ്സും കൂടി ഉണ്ട് ഇതിന് വേണ്ടിയിട്ടുള്ള ഷിപ്പിലേക്കുള്ളതിൻ്റെ. അങ്ങനെ ഞങ്ങൾ അതോടെ പോയി മോൻ തിരക്കി. അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പഠിക്കണമെങ്കിൽ 50,000 രൂപ വേണം ഫീസ് തന്നെ. അപ്പോൾ അതിനും ഞങ്ങളുടെ ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു. അപ്പോൾ കുട്ടി എൻ്റെ ഒരു കസിൻ കുട്ടിനോട് പറഞ്ഞു, എനിക്ക് 50,000 രൂപ ഉണ്ടെങ്കിൽ പഠിക്കാൻ പോകാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ ആ കസിൻ പറഞ്ഞു, ഞാൻ 50,000 നിനക്ക് തരാം, നീ അത് പോയി ചേരാൻ പറഞ്ഞു. അങ്ങനെ പഠിച്ച് ഒരു മാസം തീരുന്ന ലാസ്റ്റ് 3 ദിവസങ്ങളിലാണ് അവൻ്റെ പരീക്ഷ നടന്നത്. പരീക്ഷ നടക്കുമ്പോൾ അത് കമ്പ്യൂട്ടറിലായിരുന്നു. അപ്പോൾ തന്നെ റിസൾട്ട് അറിയാമായിരുന്നു. അപ്പോൾ ആദ്യത്തെ ദിവസം 2 പരീക്ഷ കമ്പ്യൂട്ടറിൽ നടന്ന ഒരു പരീക്ഷയ്ക്ക് പൊട്ടി. അപ്പോൾ അവൻ എന്നെ വിളിച്ച് പറഞ്ഞു, അമ്മേ ഞാൻ ഒരു പരീക്ഷയ്ക്ക് പൊട്ടി, എനിക്ക് ആകെ വിഷമമാണ്, അടുത്തത് ചെയ്യാൻ വേണ്ടിയിരുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ ഇവിടുന്ന് പ്രാർത്ഥിച്ചോളാം, നീ ധൈര്യമായിട്ട് നീ പരീക്ഷ എഴുതുന്നു ജയിക്കും. അപ്പോൾ എൻ്റെ മോള് പറഞ്ഞനുസരിച്ച് അമ്മ ഇവിടെ നിന്ന് ഉടമ്പടി എടുക്ക്, ഇവിടെ നിങ്ങൾക്ക് പല കാര്യങ്ങളും നടക്കാനുണ്ട്, ഉടമ്പടി എടുത്താൽ അതെല്ലാം ദൈവം മാതാവിൻ്റെ മധ്യസ്ഥയിൽ അതെല്ലാം മാറ്റിത്തരുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലേക്ക് അതെല്ലാം വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, മാതാവേ ഞാൻ ഇവിടെ നിന്ന് വരാം, എൻ്റെ മോൻ ആ പരീക്ഷകളെല്ലാം ജയിക്കുകയാണെങ്കിൽ ഞാൻ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ചു. അപ്രകാരം അവൻ എല്ലാ പരീക്ഷയും ജയിച്ച് ആ പോരുന്ന ദിവസം തന്നെ അന്നേരം തന്നെ റിസൾട്ടും കിട്ടി. അപ്പോൾ എൻ്റെ മോളുടെ ഭർത്താവ് പറഞ്ഞു, നെറ്റിലൊരു ഇൻ്റർവ്യൂ ബോംബെയിൽ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഷിപ്പിലേക്കുള്ളതിൻ്റെ, അപ്പോൾ അതൊന്ന് പോയി അറ്റൻഡ് ചെയ്യാൻ അവനോട് പറയാൻ പറഞ്ഞു. അപ്പോൾ അന്ന് തന്നെ രാത്രിയാണ് വീട്ടിലെത്തിയത്. വീട്ടിൽ നിന്ന് ഡ്രസ്സുകളെല്ലാം കഴിയുകയാണെങ്കിൽ പിറ്റേ ദിവസം 11 മണിയോടെ 12:30 ടിക്കറ്റ് അവിടെ കോളേജ് വെച്ച് തന്നെ അവൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് 11 മണിയായിട്ടാണ് പോയത്. അപ്പോൾ ട്രെയിൻ കിട്ടുമോയെന്ന് തന്നെ സംശയത്തിലായിരുന്നു. അപ്പോൾ എല്ലാവരും കൊച്ചിന് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നുകൊണ്ടാണ് താമസിക്കാനിടയായത്. അപ്പോൾ ഞാൻ യൂട്യൂബിൽ മോളെന്നെ സാക്ഷ്യങ്ങൾ കേൾപ്പിച്ചിട്ട് മാതാവ് സമയത്തിൻ്റെ മാതാവാണെന്ന്. അപ്പോൾ എന്നെയും കൂടെ കൊണ്ടായി എൻ്റെ മോളുടെ വീട്ടിലാക്കിയിട്ട് പോകാനാണ് വന്നിരുന്നത്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് എന്നെ വണ്ടിയിൽ നിന്ന് ഇറക്കിയിട്ട് പറഞ്ഞു, അമ്മ ഞാൻ 2 വീലറിൽ അവിടം വരെ കൊണ്ടുപോകാൻ പാടാണ്, അതുകൊണ്ട് അമ്മ ഇവിടുന്ന് ബസ്സിന് പൊക്കോ, ഞാൻ 2 വീലർ അവിടെ കൊണ്ട് വെച്ചിട്ട് പൊക്കോളാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഒരു 10 മിനിറ്റ് എൻ്റെ മകൻ അവിടെ ചെന്ന് കഴിഞ്ഞ് ഈ ട്രെയിൻ കിട്ടണം, അല്ലെങ്കിൽ അവൻ അവിടെ ചെന്ന് മടങ്ങി തിരികെ വെറുതെ പോരേണ്ട വരും. പിറ്റേ ദിവസമാണ് ഇൻ്റർവ്യൂ, അത് അറ്റൻഡ് ചെയ്യാനും പറ്റത്തില്ല. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മകൻ അവിടെ ചെന്ന് 10 മിനിറ്റ് കൊണ്ട് വണ്ടി വരികയും ട്രെയിൻ കിട്ടുകയും ചെയ്തു. അവിടെ പിറ്റേ ദിവസം ഉച്ചയോടെ എത്തിയ അതിൻ്റെ പിറ്റേ ദിവസമാണ് അവൻ ഇൻ്റർവ്യൂ നടന്നത്. അപ്പോൾ എനിക്കും വിശ്വാസം വർദ്ധിച്ചു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എൻ്റെ മകനായി ഇൻ്റർവ്യൂ പാസ്സായി വരണം, അവൻ തോറ്റ് അവിടുന്ന് വിഷമിച്ച് വരാൻ ഒരിക്കലും ഇവിടെ വരരുത്, അവന് വേറൊരു വഴിയില്ല, അതുകൊണ്ട് മാതാവ് അവനെ ജയിപ്പിക്കണം. അമ്മ ഞാനിവിടെ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നു അവൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ദിവസത്തിൽ. അങ്ങനെ അപ്രകാരം അവൻ ആ ഇൻ്റർവ്യൂ 3 ട്രിപ്പ് ഇൻ്റർവ്യൂ ചെയ്തു. 3ാമത്തേലും അവൻ പാസ്സായി. അപ്പോൾ അവൻ്റെ സർട്ടിഫിക്കറ്റ് വെച്ച് അവന് നല്ലൊരു ജോലി കിട്ടണം. അപ്പോൾ അവന് ട്രെയിനിങ് വളരെ കുറവായി, ട്രെയിനിങ് ഇല്ലായതുകൊണ്ട് ആ മാഡം പറഞ്ഞു, നിനക്ക് നല്ല ജോലി കിട്ടേണ്ടതാണ്, പക്ഷേ ട്രെയിനിങ് ഇല്ലാത്തതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് വേറെ ഇനിയിപ്പോൾ അതിന് പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് എനിക്ക് ഇത് തന്നെ മതി. അപ്പോൾ അങ്ങനെ ആ ജോലി കിട്ടി. അപ്പോൾ ആ ഇൻ്റർവ്യൂ പാസ്സായി തിരിച്ച് ഇവിടെ വരികയും ഞാനിവിടെ കഴിഞ്ഞ നവംബർ 29 മോൻ ഇൻ്റർവ്യൂ പാസ്സായി. ഞാൻ ഡിസംബർ 3-ാം തീയതി വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു. അങ്ങനെ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ എൻ്റെ മോനൊരു ജോലിയുടെ വഴി തെളിഞ്ഞു തന്ന അമ്മയ്ക്ക് ഒരാരും ഈശോയ്ക്ക് നന്ദി പറയുന്നു. അപ്രകാരം ആ ഇൻ്റർവ്യൂ അവന് 5 മാസം കഴിഞ്ഞാണ് പിന്നെ അതിൻ്റെ പേപ്പർ വർക്കെല്ലാം കഴിഞ്ഞ് പോയത്. കഴിഞ്ഞ
മാസം 26-ാം തീയതിയാണ് പോയത്. അതിനുള്ളിൽ അവൻ ചെറിയൊരു വർക്ക് എറണാകുളത്ത് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ റിസൈൻ ഞാൻ ചെയ്യാനായിട്ട് കഴിഞ്ഞ മാർച്ച് 30-ന് പോയപ്പോഴേക്കും ഒരു ആക്സിഡൻറ്റ് പറ്റി. ഒരു ബുള്ളറ്റ് വന്ന് മോൻ്റെ ബൈക്കിന് കാലിനിട്ട് ഇടിച്ചു. പക്ഷേ 2 ബൈക്കുകൾക്ക് നല്ല പരിക്കുണ്ടായെങ്കിലും എൻ്റെ മോൻ്റെ കാലിന് ചെറിയൊരു പോറൽ മാത്രം, ഒരു തൊലി പോലും പൊട്ടാൻ മാതാവോ ഈശോയെ അനുഗ്രഹിച്ച് സമ്മതിച്ചില്ല. അപ്പോൾ തിരിച്ച് അവൻ ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ ഞങ്ങളെ അറിയിച്ചില്ല. അവൻ്റെ കൂട്ടുകാരനെ വിളിച്ചു പറഞ്ഞു എനിക്കിങ്ങനെ ആക്സിഡൻറ്റ് പറ്റിയ. അപ്പോൾ അവൻ വീണത് സ്ഥലത്ത് തന്നെ ഈശോയുടെയും മാതാവിൻ്റെയും കാര്യത്തിലാണ് വീണതെന്ന് ഞാൻ കരുതുന്നു. കാരണം അവിടെ നിന്ന് ആളുകൾ അപ്പോൾ തന്നെ വാരിയെടുത്തും അവനെ ഒരു കസേരയിലെത്തി പെട്ടെന്ന് ആംബുലൻസ് വരുത്തി അവർ തന്നെ പെട്ടെന്ന് ആശുപത്രി എത്തിക്കുകയും പെട്ടെന്ന് എന്തോ സംഭവിച്ചെന്നുള്ളതിൽ മകനൊന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ അവർ പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ നോർമലായി. ഇപ്പോൾ കാല് കുത്താൻ പറ്റാഞ്ഞുകൊണ്ട് ഒരു അസ്ഥി വിഭാഗം ഡോക്ടറെ കാണിക്കാൻ വേറൊരു ആശുപത്രിയിലേക്ക് വന്നു. അപ്പോഴത്തേനും കൂട്ടുകാരനെത്തുകയും അവിടുന്ന് ആ അസ്ഥി വിഭാഗത്തിൽ കൊണ്ട് കാണിച്ച് ഒരു ചെറിയ പൊട്ട്, ഒരു സ്പാർക്ക് പോലത്തെ പൊട്ടൽ മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷേ ബൈക്കുകൾക്ക് രണ്ടും പറ്റിയത് 8,000 രൂപയും അങ്ങനെ ഒരേ വലിയ തുകകളുടെ അപകടം ഇതാണ് പറ്റിയത്. പക്ഷേ എൻ്റെ മോൻ്റെ കാലിന് ചെറിയ രീതിയിലാണ്. അപ്പോൾ എൻ്റെ മോൻ അടുത്ത് വരാറായപ്പോഴാണ് ഞങ്ങളെ അറിയിച്ചത്. മോളെ വിളിച്ച് പറഞ്ഞു, മോളോട് പറഞ്ഞ് എൻ്റെ കാലിന് ഇങ്ങനെ ഒരു അപകടം പറ്റി, ഞാൻ വീട്ടിൽ അടുത്തെത്താറായി എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾ ഈ വിവരം അറിയുന്നത്. അന്നേരം ഞങ്ങൾ അങ്ങനെ അവന് വിസ കിട്ടാൻ ഇത്തിരി വൈകി. കഴിഞ്ഞ മാസങ്ങളിൽ അവനെ കൊണ്ട് വന്ന് സാക്ഷ്യം പറയാനാണ് ഞാൻ ഇരുന്നത്. അപ്പോൾ വിസ കിട്ടാൻ വൈകിയതിൻ്റെ പുറത്ത് കൊച്ചിന് പോകേണ്ട അടുത്ത ഡേറ്റിൽ തന്നെയാണ് വിസ കിട്ടിയത്. അതുകൊണ്ട് അവനോട് വരാൻ പറ്റിയില്ല, കാലിന് ഒരു കുഴപ്പം വരാതിരുന്നു. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ 26-ാം തീയതി അവൻ ജോലിക്ക് പോയി, അവിടെ ജോലിയിൽ പ്രവേശിച്ചു. രണ്ടാമത് ഞങ്ങൾക്ക് ഒരു ജപ്തിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. വീണ സ്ഥലവും ജപ്തിയിലായിരുന്നു. അത് ജപ്തി ചെയ്ത് പോകാതെ ഈ മാതാവിൻ്റെ ഉടമ്പടിയുടെ മാധ്യസ്ഥതയാൽ അത് ഞങ്ങൾ നേടിത്തന്നു. പിന്നെ എൻ്റെ ശരീരത്തിന് ഭയങ്കര നീരും പനിയും ഉണ്ടാകുന്നൊരവസ്ഥയാണ്. ഏത് മരുന്ന് കഴിച്ചാലും ശരീരം മൊത്തം നീര്, അതിനോട് പ്രതികരിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഈ ഉടമ്പടി എടുത്ത അന്ന് മുതൽ എൻ്റെ നീര് ശരീരത്തിന് പറ്റി പോകുവാനും എൻ്റെ അസുഖങ്ങൾ മാറിക്കിടാൻ, കാലെ ചൊറിഞ്ഞു പൊട്ടുന്ന അസുഖം ഉണ്ടായിരുന്നു, അതും മാറിക്കിട്ടി. അതുപോലെ തന്നെ ഈ ഉടമ്പടി വസ്തുവും തൈലവും, എൻ്റെ ഭർത്താവ് സൗദിയിൽ ബിസിനസ്സാണ്, അത് അവിടെ ആകെ പരാജയത്തിലായിരിക്കുന്ന അവസ്ഥ ഇവിടെ കഴിഞ്ഞ മാസം വന്നിരുന്നു. ഞാനത് കൊടുത്തു വിടുകയും അതവിടെ തൂളുകയും തൈലം പുരട്ടി കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചിലവരുമായി എൻ്റെ അവർ കടയിൽ കുറച്ച് സാധനങ്ങൾ ഇറക്കുവാനും അല്പം പുരോഗതിയിലേക്ക് വരുവാനും ഇടയായി. അങ്ങനെ ഇവിടെ ഉടമ്പടി എടുത്തത് മുഖാന്തരം മാതാവും ഈശോയും ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നു. ഈ ജോലി തന്നത് തന്നെ മാതാവിൻ്റെ ഒരു ഈശോയുടെ അനുഗ്രഹം തന്നെയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാം അന്നു മുതൽ ഞങ്ങളുടെ കൂടെ ഈശോയും അമ്മയും ഉള്ള ഒരു അനുഭവമാണ് എല്ലാ കാര്യത്തിലും ഉള്ളത് എന്ന് ഞാൻ തുറന്നു പറയുന്നു. എൻ്റെ പേര്